ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. അത് ഉച്ച വരെയുള്ളതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ പതിയെ എണീക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയിലൊക്കെയാണ് കേട്ടോ. കാരണം ഉറങ്ങുന്നത് തന്നെ ചിലപ്പോൾ 6 മണിയാവും. അപ്പോൾ എണീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മടിച്ച് ഞാനങ്ങനെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. എണീറ്റ പാടെ തന്നെ ഇപ്പം പ്രധാനമായി നോക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് എണീറ്റോ, അവൾ എന്താണ് അവസ്ഥ, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പതിയാണ് നോക്കണേ. എന്തെങ്കിലും ഒരു ചെറിയ ഒച്ച കേട്ടാൽ അപ്പം നമ്മുടെ വിത്ത് കണ്ണങ്ങ് തുറക്കും. അതാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കുരിശുവര, അതെനിക്ക് ചില സമയങ്ങളിലേ ഉള്ളൂ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഇല്ല കേട്ടോ. ഞാൻ കുരിശ് വരയ്ക്കാറുണ്ട് കേട്ടോ. രാത്രിയും രാവിലെയൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകും, അതാണ്. പിന്നെ ഞാൻ പതിയെ പുതപ്പൊക്കെ മടക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഈ പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി രാവിലെ എണീക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് അപ്പം തന്നെ നമുക്ക് വരും കേട്ടോ. പക്ഷേ ഈ പറയുന്ന ഫ്രഷ്നെസ് എനിക്ക് ഡെയിലി കിട്ടാറില്ല ഗൈസ്. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ എണീക്കുന്നത് കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഇന്നെന്തായാലും എനിക്ക് സമയം കിട്ടി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കേട്ടോ. കാരണം കിട്ടുന്ന സമയത്ത് ചെയ്തിട്ടില്ലേ പിന്നെ എനിക്ക് സമയം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടാറില്ല. ഇപ്പോൾ ആണ് ഈ ടൈമിന് ഇത്രയും വിലയുണ്ടോ ഈശ്വര എന്ന് ചിന്തിച്ച് പോണത്. സത്യം ഗൈസ്. ഹൊറിബിൾ. അത് പോട്ടെ. പിന്നെ രാവിലെ എണീറ്റ് പതിയെ വന്ന് വെള്ളം കുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, രാവിലെ അങ്ങ് തുടങ്ങും ചൂട്. പിന്നെ അങ്ങ് രാത്രി ആവോളം ചൂടാണ്. വെളുപ്പിനെയാണ് ഒന്ന് തണുപ്പ് വരണത്. അതിപ്പോൾ ഫാന് നമുക്ക് ഇടാനും പറ്റാത്തതുകൊണ്ട് ചൂട് സഹിച്ച് കിടക്കുകയുള്ളൂ ഗൈസ്. വേറെ ഒരു നിവർത്തിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. കാരണം മൂത്രത്തിപ്പഴുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ പതിയെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നോക്കിയത് അതാ നിങ്ങൾ കാണുന്നില്ല നീല ബാസ്ക്കറ്റ്, അതിനകത്ത് കൊച്ചിൻ്റെ തുണികളാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് അലക്കണം. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. കാരണം കുറേ ഉണ്ടോ കുറച്ചേ ഉള്ളൂ എന്ന്. പിന്നെ ഞാൻ പതിയെ വാതിലൊക്കെ തുറന്നു. അപ്പോഴാണ് എന്താ വെയിൽ. നിങ്ങൾ വിചാരിച്ച് കാണും ഞാൻ 6 മണിക്ക് കിടന്ന് 8 മണിക്ക് 7 മണിക്ക് എണീറ്റു എന്ന്. അല്ല ഗൈസ്, ഞാൻ എണീറ്റപ്പോൾ 9:30. അത് തന്നെ നേരത്തെയാണ്. ചില സമയങ്ങളിൽ ഞാനത് 10, 10:30 ആവും. പിന്നെ ഒരു ചോയ്ക്ക് പല്ലൊക്കെ തേപ്പാണ് കേട്ടോ. ഈ പല്ലൊക്കെ ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പറന്നുകൊണ്ടാണ് നടക്കാറ്. എന്നാലാണ് തേക്കൽ നടക്കുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ദേ മുഖത്ത് ഒരു പിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്തിൻ്റെ പിമ്പിളാന്ന് ദൈവത്തിന് അറിയാം കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ചെറിയ ഒരു ഫോട്ടോയും എടുത്ത് നൈസായിട്ട് ഞാൻ ഇതാണ്ട് പോകുന്നു അടുത്ത ചെറിയ ചെറിയ പരിപാടികളിലേക്ക് കേട്ടോ. അങ്ങനെ ഞാൻ പതിയെ ബാസ്ക്കറ്റും എടുത്ത് ലൈറ്റൊക്കെ ഇട്ട് വെച്ച്, ഇരുട്ടാണെങ്കിൽ കൊച്ച് പെട്ടെന്ന് പേടിക്കും. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെയിൽ വന്ന് തുടങ്ങി. വെയിലിന് മുന്നേ അലക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ പിന്നെ അലക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു നല്ല കുളിർമ. ഞാൻ ഒരു അഡ്വൈസ് ആട്ടെ ഗൈസ്, രാവിലെ എണീറ്റ് നമ്മൾ ഫോൺ നോക്കുന്നതിനെക്കാട്ടും നല്ലതുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല മനസ്സിനൊരു കാം എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് 2 രീതിയിലൊക്കെ തരംതിരിച്ച് വെച്ചു കേട്ടോ. കാരണം പാമ്പേഴ്സും അല്ലാണ്ട് മോശം പാസ് ചെയ്തതും യൂറിൻ പാസ് ചെയ്തതും എല്ലാം വേറെ വേറെ ആക്കിയിട്ട് വേണം കേട്ടോ അലക്കാൻ. അതാകുമ്പോൾ എളുപ്പമായിരിക്കേ. എന്നിട്ട് പിന്നെ ഞാൻ വേഗം അലക്കൊക്കെ തുടങ്ങി. പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ കൊച്ചെണീറ്റാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഓടി വേണം പണികൾ ചെയ്യാൻ. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എന്ത് നല്ല ലൈഫായിരുന്നല്ലേ ഇതിന് മുന്നേന്ന്. സോറി ഗൈസ്, ഞാനത് വെറുതെ പറഞ്ഞു കേട്ടോ. കാരണം ഇത് നല്ല എൻജോയ്മെൻ്റ് ആണ്. ഇത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ജീവിക്കണത്. ഇപ്പോൾ അടിപൊളിയാണ് ഈ ലൈഫും. നമുക്ക് എന്താ പറയുക, അടിപൊളിയാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഡാണ്ടടാ കിടക്കണു കുടുകുടാന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവളോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. പിന്നെ നോക്കുമ്പോൾ അവൾ സമ്മതിക്കണില്ല. എന്താണ്, വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ നമ്മൾ ആരും എന്ത് പറഞ്ഞാലും കേൾക്കൂലല്ലോ. അങ്ങനെ അപ്പം തന്നെ 9:30 ആയി. കറക്റ്റ് അവൾ 9:30 ആകുമ്പോൾ എണീക്കും കേട്ടോ. ഇന്നൊരു 9:45 ആയി. അപ്പോഴത്തേക്ക് ഞാൻ അവളെ കിടത്തി ഞാൻ പിന്നെ വേഗം കഴിക്കാൻ പോയിട്ടോ. കഴിക്കാൻ പോയത് എത്ര മണിക്ക് ഗൈസ്? 10:30 കഴിഞ്ഞു. അതുവരെ അവളുടെ കളിയും നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പതിയെ കഴിക്കലൊക്കെ നടന്നു കേട്ടോ. ദോശയും ചട്നിയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോഴത്തേക്ക് അമ്മ വന്ന് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ എന്താ നോക്കിയപ്പോൾ അമ്മ ചോറൊക്കെ വെച്ച് വാർക്കുന്നു. അതേപോലെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. രാവിലെ പള്ളിയിൽ പോയതുകൊണ്ടാണ് കേട്ടോ അമ്മ ആ മേക്കപ്പിൽ. പിന്നെ അമ്മ ഇന്നലെ രാവിലെ തന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് ഞങ്ങളങ്ങ് സെറ്റപ്പ് ചെയ്തു. കോഴികളൊക്കെ തുറന്ന് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇതാണ്ട് വെള്ളത്തിൽ കാലിറക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നല്ലേ, നഖം വെട്ടാനാണ് ഗായ്സ്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ടൗണിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പതിയെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. ആ സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ്, കാരണം അമ്മ പോയാൽ പിന്നെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണമല്ലോ. അങ്ങനെ ഞാൻ റെസ്റ്റും എടുത്ത് ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്.